കേൾക്കുന്നില്ലേ? Yes, sir. ഹലോ, ഹലോ. Yes, sir. Good afternoon, sir. കേൾക്കാവോ? Yes, sir. Yes, sir. ഓക്കെ. Last class, in the quanta session, we had discussed about proposed schedule curve, like proposed production possibility curve and production possibility schedule. So production possibility curve that I explained is the schematic representation of a production possibility schedule. അതാണ് നമ്മൾ എടുത്തിരുന്നത്. So today's session we are dealing with the topic utility. Okay, utility. So what is called as utility? എന്താണ് utility എന്ന് പറയാം? So it is simply refers to a satisfaction, level of satisfaction that a customer gets. Okay, so basically it can be referred as a level of satisfaction. So people demands goods and services in economy to satisfy their wants. അല്ലെ, ആളുകൾ അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്നത്. So all goods and services he wants or a person wants or capacity which is known as utility, അല്ലെങ്കിൽ നമുക്കതിനെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അല്ലേ, ഒരിക്കലും ഒരാളുടെ ആവശ്യം ഒരിക്കലും മറ്റൊരാളുടെ ആവശ്യം, എല്ലാവരുടെ ആവശ്യം തമ്മിൽ ഡിഫറെന്റ് ആണ്. സോ അതിന്റെ അളവും അതിന്റെ ആവശ്യവും തമ്മിൽ മാറ്റമുണ്ട്. സോ അതിനെ രണ്ട് ടൈപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ക്യാൻ ബി മെഷേർഡ് ഇൻ ടു വേസ്. സോ മെഷർ രണ്ട് ഡിഫറെന്റ് രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, അത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ഒരു കൺസ്യൂമറിന് എങ്ങനെയാണോ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതേപോലെ ആയിരിക്കില്ല അതേ പേഴ്സൺ തന്നെ വേറൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അല്ലേ, രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ യൂട്ടിലിറ്റി രണ്ട് ഡിഫറൻസ് ഉണ്ടാവും. സോ നമ്മുടെ ആവശ്യം ഒരിക്കലും കഴിയാത്തതാണ്. സോ ഹ്യൂമൻ നീഡ്സ് ആർ so we can measure the utility in two ways. So first one can be referred to as cardinal utility analysis, cardinal, and second one is ordinal. Okay, as you seen, cardinal utility analysis and ordinal utility analysis. So cardinal utility analysis എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരു യൂണിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Okay, you can denote a particular cardinal unity analysis in terms of a number. Okay, 1 2 3 4 5 എന്നുള്ള ആ ഒരു ഓർഡർ നമ്പറിൽ നമുക്ക് അതിനെ യൂണിറ്റി അല്ലെങ്കിൽ കാർഡിനൽ യൂണിറ്റി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് കാർഡിനൽ യൂണിറ്റി അനാലിസിസ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂണിറ്റി. സോ വി ക്യാൻ മെഷർ ഈ കാർഡിനൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഓർഡിനൽ യൂണിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ഇതിനെ മെഷർ ചെയ്ത് നമുക്ക് ഒരു പോയിന്റിൽ 1 2 3 4 എന്നുള്ള റേഞ്ചിൽ കാണിക്കാൻ പറ്റും. സോ അതായത് നമുക്കിപ്പം ബേസിക്കലി നമുക്ക് കാറിനോട് ടേക്ക് ആൻ എക്സാമ്പിൾ ആസ് എ കാർ. സോ എ കൺസ്യൂമറിന് ഒരു കാറിനോടുള്ള യൂട്ടിലിറ്റി നമുക്ക് 2 ആണെന്ന് പറയാം. അതിന് ഒരു ബേസിക്കലി ഒരു സ്കെയിലിംഗ് ഉണ്ടാവും, അതെന്തായാലും നമുക്ക് 2 എന്ന പേരിൽ റെഫർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നമ്പറിങ് വെച്ചിട്ട് മെഷർമെന്റ് നടത്തുന്നതിന് ഒരു പ്രൊസീജിയറിനെയാണ് കാർഡിനൽ യൂണിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡിനൽ യൂണിറ്റി അനാലിസിസ് വി കനോട്ട് മെഷർ ദി യൂട്ടിലിറ്റി ഇൻ നമ്പർ. അത് നമുക്ക് റേഞ്ച് ആയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു റാങ്കിങ് കൊടുക്കാം നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇഫ് വി ക്യാൻ സേ ഫോർ കാർ വി ക്യാൻ സേ the utility for a car to a consumer is ranked as first rank, and utility for a mobile phone we can term it as second rank. സോ അതിനെ റാങ്കിങ് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും, ഒരിക്കലും നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഓർഡിനൽ യൂണിറ്റി അനാലിസിസ് ഡിഫറൻസ്.
സോ കാർഡിനൽ യൂണിറ്റ് അനാലിസിസ് ക്യാൻ ബി ഡിവൈഡ്. അതിൽ രണ്ട് ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും. അതായത് രണ്ട് ടൈപ്പ് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, so in cardinal unit analysis, according to this approach, how much utility a consumer obtains from goods, how much utility a consumer obtains from goods can be expressed in cardinal numbers such as 1, 2, 3, 4 and so forth. This theory was developed by neoclassical economics called Alfred Marshall. So Alfred Marshall എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമുക്ക് ഈ യൂട്ടിലിറ്റിയെ രണ്ട് ടൈപ്പിൽ മെഷർ ചെയ്യുക. അത് കാർഡിനൽ യൂണിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു തിയറി നമുക്ക് സജസ്റ്റ് ചെയ്യുന്നു. So it is expressed as a quantity measured in units, which is called utils. ആ യൂണിറ്റ് നമ്പർ 1, 2, 3, 4 എന്ന് പറയുന്ന ആ ഒരു നമ്പറിങ്ങിനെ നമ്മൾ പറയുന്നത് യൂട്ടിൽസ് എന്നാണ്. UTILS, യൂട്ടിൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി സേ ദാറ്റ് ആൻ ആപ്പിൾ ഹാസ് 10 utils and a mango has 5 utils. അല്ലേ, an apple has 5 utils and mango has 5 utils എന്ന് പറഞ്ഞാൽ it implies that utility of apple is twice than that of a mango. Utility for an apple is twice as that of a mango. Utility of apple is 10 and mango is 5. സോ അങ്ങനെ നമ്മൾ നമ്പറിങ് വെച്ചിട്ട് യൂട്ടിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്പേഴ്സ് 1, 2, 3, 4, 5 is referred as 1, 2, 3, 4, 5 and we are denoting that particular numbers to denote the satisfaction level of a person in cardinal utility analysis. Is termed as, that particular analysis is termed as cardinal utility analysis. So since utility can be measured, okay, since utility can be measured 1, 2, 3, 4, 5, so we can add that particular utility also. നമുക്കത് കൂട്ടാനും പറ്റും. So if like a person have a utility of apple with 5 and orange with 10, അല്ലേ, 10 യൂട്ടിലിറ്റി ഓറഞ്ചിനും 10 യൂട്ടിലിറ്റി ആപ്പിളും കൊടുത്തു, നമുക്ക് ടോട്ടൽ യൂണിറ്റി ആയിട്ട് 10 + 5 15 എന്ന് പറയാൻ പറ്റും. The total utility of a person to apple or orange can be referred as 15 എന്ന് പറയാം. അത് ഡിവൈഡ് ചെയ്യുന്നതാണ് 10, 5 എന്നുള്ളത്. So we can add a utility also. So you had two types of cardinal utility analysis. First one is total utility. Total utility, which is a measure of the overall satisfaction or overall utility. എല്ലാ യൂട്ടിൽസും ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനാണ് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ TU എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി. Total utility, which is measure of a overall satisfaction of a person. It is defined as the total satisfaction derived from a consumption of all units of goods and services. സോ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ്, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ, കാർ, അങ്ങനെ എന്തെടുത്താലും ഓരോരുത്തർക്കും ഓരോ തരത്തിലും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ലെവൽ ഉണ്ടാവും. ആ ലെവൽ നമ്മൾ നമ്പർ വെച്ചിട്ടാണ് കാർഡിൽ കാണിക്കുന്നത്. ആ നമ്പറിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് അയാളുടെ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. അല്ലേ, overall satisfaction level can be derived from a consumption of all units of goods and services. So other than the total utility, the additional satisfaction a consumer gains from consuming one or more unit of good, additional satisfaction a consumer gains from consuming one or more unit of a good service is called marginal utility. അതായത് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന സംഭവത്തിന് പുറമെ അഡീഷണൽ ആയിട്ട് അയാൾ അക്വയർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഓഫ് ഗുഡ് സർവീസിനാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓർ MU എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അതായത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു യൂട്ടിലിറ്റി ലെവൽ എന്ന് പറയുന്നത്, നമുക്ക് ഒരു സാധനം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോൺ ഒരു യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു യൂട്ടിലിറ്റി ലെവൽ സെലക്ഷൻ, അയാൾക്ക് ആഗ്രഹമുണ്ട് വാങ്ങാൻ, അയാൾക്ക് ആഗ്രഹമുണ്ട് കഴിക്കും. നമ്മളെന്താ ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് സ്റ്റെപ്പ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിട്ട് കാര്യമില്ല. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ആപ്പിൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്, 1, 2 ആപ്പിൾ കഴിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ആയി അല്ലേ, ആ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയും, നമുക്ക് പിന്നെയും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആദ്യമുള്ള അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മളെ ഒരു കൺസ്യൂം ചെയ്തതിനനുസരിച്ച്, ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തതിനനുസരിച്ച് നമ്മുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ആഗ്രഹങ്ങൾ അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അളവ് കുറവായിരിക്കും. ഇപ്പം മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ അളവ് കുറഞ്ഞു വരിക. ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു എ പെർട്ടിക്കുലർ ലെങ്ത്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിക്രീസിങ്. അഡീഷണൽ ആയിട്ട് ഇയാൾക്കത് വേണ്ടി വരില്ല, അഡീഷണൽ മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ ആവശ്യമായിട്ട് വേണ്ടി വരുന്നില്ല. ഒരുപാട് ദൂരത്തിലേക്ക് നമ്മൾ ഈ കൺസപ്ഷൻ നടക്കുകയാണെങ്കിൽ ഇതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന അളവ് കുറഞ്ഞു, ഇറ്റ് ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ് അല്ലേ. when a person consumes successive unit of a commodity, അല്ലേ, when a person consumes successive unit of a commodity, his needs is satisfied അല്ലേ.
his need is satisfied to a various degrees in the process of consumption, and the intensity of his need goes on decreasing. ആദ്യം അയാൾക്ക് എത്രയാണോ അതിന് യൂട്ടിലിറ്റി ലെവൽ ഉള്ളത്, നമ്മളത് കൺസ്യൂം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ when he start consuming the particular commodity, his need is satisfied, and when the process is consuming and the consumption is continuing, his intensity of the need goes on decreasing. Okay, therefore the utility obtained from each successive unit goes on decreasing. Utility എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓരോ സക്സസീവ് യൂണിറ്റ് കഴിയുന്ന മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് അതിന്റെ യൂട്ടിലിറ്റി അളവ് കുറഞ്ഞു വരും. ആഗ്രഹങ്ങൾ, അതായത് യൂട്ടിലിറ്റിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ കൊണ്ടല്ലോ കിട്ടാതിരിക്കുന്ന അവസ്ഥ, അത് കുറഞ്ഞു വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ term refers to cardinal utility analysis. So we can refer cardinal utility analysis into, we can measure the utility level into a particular number or cardinal number. We can refer to a cardinal number, it is called as utils, UTILS, utils. So we can measure the utility level into 1, 2, 3, 4 range, etc. So we can add the total utils number to get the overall satisfaction level. It is called total utility, or the additional utility a consumer needs after the level of satisfaction is known as marginal utility, and the particular value of marginal utility goes on decreasing when the consumption goes on continuing. Right? So second one is ordinal utility analysis. Ordinal utility analysis. As I said, we cannot measure the level of utility here. We cannot measure the level of utility into a cardinal number here. Or we can, the method of analyzing the satisfaction, level of satisfaction here, it is the ranking procedure. Ranking procedure. It is a subjective method and is not, and is immeasurable. We cannot measure the value. It is the ordinal utility approach is purely subjective and is immeasurable. So preference among goods can be ranked using ordinal numbers such as first, second, third, etc. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള നമുക്ക് ഓരോ പെർട്ടിക്കുലർ ലെവലിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹം തോന്നുന്ന സാധനത്തിന് റാങ്കിങ് 1 കൊടുക്കാം. പിന്നെ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആഗ്രഹം കുറഞ്ഞ സാധനത്തിന് 2 കൊടുക്കും. അങ്ങനെ that here we are defining the particular analysis or utility level into particular ranking, ordinal utility analysis. So അതാണ് ordinal and cardinal utility analysis. Okay. Then law of diminishing marginal utility. Law of diminishing marginal utility. നമ്മളിപ്പം പറഞ്ഞ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ഏറ്റവും താഴെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും ഡിഫൈൻ ചെയ്യുന്നത്. It states that the law of diminishing marginal utility states that the stock of a commodity increases as the stock of a commodity increases with the consumer, the marginal utility to consumer decreases. അതായത് സ്റ്റോക്കിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റിയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു നമുക്കിപ്പം ഒരു ആപ്പിൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്. സോ അത് നമുക്ക് ഒരു ബെഞ്ച് പോലെ കിട്ടിക്കഴിഞ്ഞാൽ, 1 or 2 ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അത് യൂട്ടിലിറ്റി കുറയണമെന്നില്ല, മാർജിനൽ യൂട്ടിലിറ്റി കുറയണമെന്നില്ല. പക്ഷേ സ്റ്റോക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ആപ്പിൾ വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ദിവസം ഒരു 10 ആപ്പിൾ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മടുക്കും അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് വേണ്ട ആ നീഡ് എന്നുള്ള ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ആ ഒരു യൂട്ടിലിറ്റി നമുക്കുള്ള ആ ഒരു ഡിമാൻഡ് കുറഞ്ഞു വന്നിരിക്കും, നമുക്ക് പേഴ്സണൽ ഡിമാൻഡ് കുറഞ്ഞു വന്നിരിക്കും. So it states that as the stock of a commodity increases with the consumer, stock of a commodity increases with the consumer, marginal utility to the consumer decreases. Okay, that is a simple explanation of a law of marginal utility. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കഴിഞ്ഞിട്ട് പിന്നെയും സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ യൂണിറ്റും പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിന്നെയും നമ്മൾ അതിലേക്ക് പിന്നെയും അത് വേണമെന്ന് കാര്യങ്ങൾ നമ്മൾ പിന്നെയും വേണമെന്ന് വയ്ക്കും. അപ്പം നമുക്ക് അതിൻ്റെ പിന്നീടുള്ള ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും, അതിനോടുള്ള ഒരു മടുപ്പ് വന്നു തുടങ്ങും. അപ്പോൾ അതിൻ്റെ മാർജിൻ ഡിക്രീസ് ചെയ്യും. സോ വാട്ട് ആർ ദ അസംപ്ഷൻസ് ടു മേക്ക് ടു ഡിറൈവ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി? എന്താണ് ഇതിൻ്റെ അസംപ്ഷൻസ്? Assumptions of a law of diminishing marginal utility is, first one is utility is measurable. ഒന്നാമത്തെ അല്ലേ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആണ് ഒരു പോയിന്റ്. കാർഡിനൽ യൂട്ടിലിറ്റി മാത്രമാണ്, ഓർഡിനൽ മെഷർ ചെയ്യാൻ പറ്റില്ല. Second one is homogeneous. All the units of the given commodity are homogeneous. That is identical in size, shape, quantity, etc. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഈ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന അസംപ്ഷൻസ് ആണ് പറഞ്ഞു വരുന്നത്. മെഷർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, ലോ ഡിമിനിഷിംഗ് പറയാൻ പറ്റുള്ളൂ. കാർഡിനലാണ്, ഓർഡിനലാണ്. Second one is homogeneous. Homogeneous means all the unit of the given commodity are homogeneous,
ഐഡന്റിക്കൽ ഇൻ സൈസ്, ഷേപ്പ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി എക്സെട്ര. അതായത് ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാം ഒരേ സൈസ് ഷേപ്പിൽ മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. സക്സസീവ് ലെവൽ കഴിയുന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരുന്നു പറയാൻ പറ്റണമെങ്കിൽ എല്ലാം ഒരേ ഹോമോജിനസ് ആയിരിക്കണം. ആദ്യം കിട്ടുന്ന ആപ്പിൾ ഭയങ്കര ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം അവിടെ തീരില്ല അല്ലേ. ഇനി ഒരു ആപ്പിൾ വേണം തോന്നും, അതും ചെറുതാണെങ്കിൽ പിന്നെയും വേണം തോന്നും. പക്ഷെ ആദ്യം തന്നെ വലുതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ലെവൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു, നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. സോ അതുപോലെ നമുക്ക് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ all the commodity, all the units of the given commodity are homogeneous in manner, that is identical in shape, size, shape and quantity, quality, etc. And third one is reasonable size, that I explained in homogeneous manner also. That is, it can be നമുക്കതിനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം, അതിൻ്റെ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ ആർ ഓഫ് റീസണബിൾ സൈസ്. അതായത് കൺസംഷൻ നോർമൽ ആയിരിക്കണം, ഒരു പെർട്ടിക്കുലർ നോർമൽ ബിഹേവിയറുകളുടെ കൺസംഷൻ ആയിരിക്കണം. Then the consumption is continuous. The consumption is continuous. We can state the law of diminishing marginal utility only if the consumption is continuous. ഒരു ആപ്പിൾ കിട്ടി, പിന്നെയും ആപ്പിൾ കിട്ടി, പിന്നെയും ആപ്പിൾ കിട്ടി, അങ്ങനെ കിട്ടി കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴാണോ നമ്മൾ ഈ ലോ പറയുന്നത്. അതായത് അധികം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നതിനുള്ള ലോ വെച്ചിട്ടാണ് അല്ലേ. സോ വിൽ ബി കൺസംപ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഇൻ മാനർ. അത് കണ്ടിന്യൂസ് മാനർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദീസ് ആർ ഓൾ അസംപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. And one at a time. That is, the law assumes that the only one type of commodity is used for consumption at a given time. ഒരുപാടെണ്ണം ഒരുമിച്ച് വരുന്നതല്ല, ഓരോ സമയത്ത് വന്നു കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുമിച്ച് ഒരു 10 രൂപ ഒരുമിച്ച് വന്നിട്ട് പിന്നെ വരാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഇല്ല. അത് വന്നുകൊണ്ടേ ഇരിക്കുന്ന കണ്ടീഷനാണ് നമുക്ക് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So these are all the assumptions of a law of diminishing marginal utility. So first point is utility can be measurable. It is cardinal in manner. Cardinal നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. Second one is homogeneous. Every commodity will be in homogeneous size, want to be in commodity size, that is equal in size, shape, quantity, quality, etc. എല്ലാം ഒരേപോലെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ദെൻ റീസണബിൾ സൈസ്. സോ അതിന് ഹോമോജിനസ് ആണ്. നമ്മുടെ ക്വാളിറ്റിയും കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ചീഞ്ഞ ആപ്പിളും നല്ല ആപ്പിളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചീഞ്ഞ ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അതിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരേ എല്ലാം ഹോമോജിനസ് ആയിരിക്കും. റീസണബിൾ ഇൻ സൈസ്, consumption is continuous and one at a time. These are all assumptions of a law of diminishing marginal utility. Then applications of a law of diminishing marginal utility are: application of law of diminishing marginal utility can be referred into 5 points. These are: it helps to determine the price of a commodity in market. Okay, it is directly linked with the price which is considered ready to pay for different quantities of food. അല്ലേ, നമ്മൾ ഇതിൻ്റെ നീഡ് എത്രയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ആഗ്രഹങ്ങൾ കുറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആ ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു പ്രൈസ് ഇടാൻ പറ്റും അല്ലേ. പെട്ടെന്ന് അധികം ആവശ്യമുള്ള സാധനങ്ങളിലും പ്രൈസ് കൂട്ടിയ, പെട്ടെന്ന് ചെറിയ ആവശ്യങ്ങൾക്ക് പ്രൈസ് കുറച്ചു, ആവശ്യമില്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇപ്പോൾ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ മാച്ച് ബോക്സോ ഒക്കെ പറഞ്ഞ റേറ്റ് കൂടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനുള്ള ഇത് നമുക്ക് അതില്ലെങ്കിലും ഉപയോഗിക്കാന്നുള്ള അവസ്ഥയിൽ നമുക്ക് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് സഹായിക്കും. സോ നമുക്കതിൻ്റെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാറ്റിയിട്ട് ഏറ്റവും കുറവ് ഡിമിനിഷിംഗ് കാണിക്കുന്ന സാധനങ്ങളാക്കി ഈ മാച്ച് ബോക്സും അതൊക്കെ. കാരണം എന്താ, അത് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന അവസ്ഥയായിരിക്കും നമ്മൾ ഉണ്ടാവും. സോ അത് this helps in determination of price in market, the particular commodity. Okay. Second one is, it is a basic law of consumption. The law of marginal utility can be referred as the basic law of consumption. The law of demand and all other laws comes under this particular law. മറ്റുള്ള ലോ നമ്മൾ ഈ പെർട്ടിക്കുലർ ലോനെ ഡിഫൈൻ ചെയ്തിട്ടാണ്, ഇതിൻ്റെ ബേസിക്സ് വെച്ചിട്ടാണ് മറ്റു ലോക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിലുള്ള ഏത് ലോ ഡിഫൈൻ ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. Then third point is, it helps to explain the price of a commodity falls and supply increases. സോ എങ്ങനെയാണ് പ്രൈസ് കുറയുന്നത്, എങ്ങനെയാണ് പ്രൈസ് കൂടുന്നത് എന്നൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലോ ഉപയോഗിക്കാം. ഈ ലോ ഇങ്ങനെ നടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കുറയുന്നത്. എന്താ ഡിക്രീസിങ് ദ പ്രൈസ് because of the particular reasons. We can explain the particular reasons by using this particular law. We can explain the price of a commodity falls, the justification of the commodity price of the commodity falls and its supply increases. We can define using this particular law. And basis of progressive taxation. Taxation എന്ന് പറഞ്ഞാൽ ടാക്സ് നമ്മൾ ഈ പറയുന്ന ഓരോ പെർട്ടിക്കുലർ കമ്മോഡിറ്റിയും വരുന്ന ടാക്സ് എത്രയാണെന്ന് ഡിഫൈൻ ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ ഉപയോഗിക്കും. Then last point is, it is directly linked with the price of a consumer is to pay. അത് ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ്. അതായത് it helps to determine the price of a particular thing in market. It is according to the level of satisfaction of any consumer that he needs or he
is ready to pay a particular price to a particular commodity. നമുക്കതിനെ ആ രീതിയിലേക്ക് ഡിഫൈൻ ചെയ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും പ്രൈസിന്. അതായത് നമുക്ക് ഇത്ര വില കൊടുത്തിട്ട് വാങ്ങാൻ ആളുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇത്ര വില കൊടുത്താലും വാങ്ങാൻ ആളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു കമ്മോഡിറ്റിക്ക് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ. So these are all applications of law of diminishing marginality. And then what are the limitations of the particular law? എന്താണ് limitations? There are particular limitations also. Limitations ഉണ്ട് ഈ ലോന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു just does not apply in initial stages. It cannot apply in initial stages of a market. ഒരു മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു മാർക്കറ്റിൽ മാത്രമേ നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ അപ്ലൈ ദിസ് ലോ ഓൺലി ഇഫ് ദ മാർക്കറ്റ് ഓർ ദ സെല്ലിംഗ് ഓർ കൺസ്യൂമിങ് ഓഫ് ദ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈസ് ഗോസ് ഓൺ കണ്ടിന്യൂസ് മാനർ. അതൊരു കൺസപ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കനോട്ട് അപ്ലൈ ദ ലോ or apply the particular law in initial stages of a market, right? So it does not hold well. It does not hold well the rare collections of precious goods. Precious goods എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലകളായിരിക്കും, അത് ആരും വാങ്ങാൻ സാധ്യത കുറവായിരിക്കും, എപ്പോഴും കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം സ്ഥിരമായ ആൾക്കാർ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥിരമായ ആൾക്കാർ വാങ്ങാൻ സാധ്യത കാര്യങ്ങൾക്കോ മാത്രമേ വജ്രം, ഡയമണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായ ആൾക്കാർ വാങ്ങുന്ന സാധനങ്ങളല്ല, ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആൾക്ക് കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അത്ര ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ പ്രഷ്യസ് ഗുഡ്സ് എന്ന് പറയുന്ന ഫിഫ്ത്ത് പോയിന്റ് നോക്കുക. ആൻഡ് ഓൾസോ ദ സെക്കൻഡ് പോയിന്റ്, ലോ ഡസ് നോട്ട് ഹോൾഡ് വെൽ ദ റെയർ കളക്ഷൻസ് ഓർ പ്രഷ്യസ് ഗുഡ്സ്. ബോത്ത് പോയിന്റ്സ് ആർ സെയിം. ആൻഡ് തേർഡ് പോയിന്റ്, ഡസ് നോട്ട് ഓപ്പറേറ്റ് ഇഫ് കൺസ്യൂമർ ബിഹേവ്സ് ഇൻ ഇറാഷണൽ മാനർ. So this also depend upon the behavior of a consumer. അല്ലേ, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. സോ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഇതിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സാധനം കിട്ടി നമ്മളത് കഴിച്ചതിൻ്റെ പിന്നെയും നമുക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ആ സാധനം പിന്നെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പിന്നെയും അതിന് തോന്നും. അപ്പോൾ അതിന് എന്താ, അതൊരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പിന്നെയും കൂടുക ചെയ്യുക. നമുക്ക് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഫോർ എക്സാമ്പിൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, മദ്യം പോലുള്ള കാര്യങ്ങൾ, നമ്മൾ ഓരോ കഴിച്ചു കഴിഞ്ഞാൽ ഓരോ പെഗ് കഴിയുമ്പോൾ നമ്മളെന്താ അവരെ കൺസെപ്റ്റിൽ ആലോചിക്കുകയാണെങ്കിൽ, കുടിയന്മാരുടെ കൺസെപ്റ്റിൽ ആലോചിക്കുകയാണെങ്കിൽ, അത് ഓരോ പെഗ് കഴിയുമ്പോഴും പിന്നെയും കിട്ടാനുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടാകുന്നത്. സോ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ലെവൽ, അത് പിന്നെയും അടുത്ത് അയാൾ ആസ്വദിച്ച് ഓരോ പെഗിലേക്ക് കിടക്കണം. സോ അതൊരിക്കലും നമുക്ക് ഈ പറഞ്ഞ ലോന്റെ അടിയിൽ കൊണ്ടുവരാൻ കഴിയില്ല, അല്ലെ. We cannot define the particular irrational behavior of a person or irrational behavior or mannering of a consumer cannot explain by using this particular law, right? So consumer behavior അനുസരിച്ചിട്ടും ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. There should be no change in taste, habits, concerns, fashions and income of a consumer. Okay, there should be no taste, habits, concerns, fashion, income for a consumer. അതായത് if there is no ചേഞ്ച് ഇൻ ടേസ്റ്റ്, അതായത് നമുക്ക് കിട്ടി പിന്നെയും മാറാത്ത മനുഷ്യരാണ്, ഹാബിറ്റ്സ് സ്ഥിരമായി ഒരു ഹാബിറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇഫ് എ പേഴ്സൺ ഈസ് യൂസിങ് എ ഡെയിലി 2 ആപ്പിൾ ഇൻ എ ഡേ, ഓക്കെ, ഓർ വെയറിങ് എ പെർട്ടിക്കുലർ ഡ്രസ്, വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് ഇൻ എ പെർട്ടിക്കുലർ എവറി ഡേ, they cannot apply this law to a particular person. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് they are using consequently the particular number of apples or particular number of food per day to day. This is not applicable for precious goods, not fully applicable for money. Okay, then all commodity should be in homogeneous units. We cannot define or we cannot confirm that every goods or every commodity in a business is all are in homogeneous unit. Homogeneous manner ആണ് അത് ഓരോന്നുണ്ടാവും, നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. We cannot define any particular products. If take example of apple itself. Apple നെ എടുക്കുകയാണെങ്കിൽ we cannot say that every apple are in same size, same shape and same amount or same weight, etc. We cannot say it. So അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അത് ലിമിറ്റേഷൻ ആണ്. So this law can be applied only to a product which is an homogeneous unit. So we cannot state that every product in our society or every product in the market is an homogeneous unit. We cannot state that. We cannot confirm that. Right? These are all limitations of a law of diminishing marginal utility. So here we explain about law of diminishing marginal utility.
assumptions, applications, and limitations, right? So next comes our main point called demand. Okay, demand. So what is the theory of demand? Demand can be explained as the quantity of a thing purchased at a particular unit of time. പെർ ടൈമിൽ അല്ലെങ്കിൽ പെർ ടൈമിൽ നമ്മൾ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസയർ, ഇറ്റ് ഓൾസോ ക്യാൻ ബി റെഫർഡ് ആസ് എ ഡിസയർ ഫോർ എ തിങ് വിൽ ബിക്കം ദ ഡിമാൻഡ്. ദ പെർട്ടിക്കുലർ ഡിസയർ ഫോർ തിങ് വിൽ ബിക്കം ഡിമാൻഡ്. അത് ഡിസയർ ആണെന്ന് പറയാം. ഡിമാൻഡ് ഓൺലി ഇഫ് ദ പേഴ്സൺ ഹു ഡിസയർ ടു പൊസസ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നമുക്ക് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ അയാൾ നമുക്ക് അത്രയും കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഡിമാൻഡ് എന്ന് പറയുള്ളൂ. For the last context, I have explained about the theory of desire for our new desire for a thing, that explained about the business of Tata cars, Tata vehicles in which I am. So the desire for a thing will become demand only if the person who desires to possess. If a person possess a consumer have money, enough money to buy a car, and he also desire to buy a car, and the particular product will be demand of the product goes on to increase. So ഇത്ര ആൾക്കാർ അവരുടെ കയ്യിൽ പൈസയുണ്ട്, ഇന്ന കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഇതിൻ്റെ എമൗണ്ട്, അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൂടി വരും അല്ലേ. സ്വപ്നം കണ്ടോടെ മാത്രം ഡിമാൻഡ് ആവണമെന്നില്ല. നമ്മൾ വെറുതെ ഇരുന്നിട്ട് വണ്ടി വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടത്തില്ല. പക്ഷേ ഇഫ് യു ഹാവ് മണി ടു increase or money to buy a car, and the person who desires the car, then the commodity, the demand of the commodity goes on increasing. So adina demand ennu parayunu. So what are the determinants of a demand? What are the determinants of a demand? Determinants of demand means the അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, ഡിമാൻഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ പോയിന്റ്സ് വെച്ചിട്ടാണ്? ഡിറ്റർമിനൻസ് ഓഫ് എ ഡിമാൻഡ്. ഫസ്റ്റ്, ഇൻകം ഓഫ് എ ഹൗസ് ഹോൾഡ്. As you know that we can a rise in income is generally associated with the increase in demand for various goods. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കും അല്ലെ. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത്. If you have money to buy thing, or we have rich in money, we can say that demand of the particular product. Demand കൂടണമെങ്കിൽ നമ്മളെ പൈസ ഉണ്ടാവും. If a rise in income is generally directly proportional to increase in demand, right? So income of household is a main thing to explain about demand, or to determine the amount or level of demand can be explained by the income of a household. If income is increasing, the demand is also increasing. If income is decreasing, demand is increasing. And the price of the commodity also, if the particular commodity have a more price range than we expected, the demand will goes on decreasing. പ്രൈസ് കൂടിയ സാധനമാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും, അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അത് ഒരുപാട് വില ഇട്ട് വിൽക്കുന്ന സാധനങ്ങൾ, പൈസ കുറഞ്ഞാൽ നമുക്കതിന് ആവശ്യക്കാർ അധികം ആൾക്കാരുണ്ടാവും, ഡിമാൻഡും കൂടും. സോ എ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ലെവൽ ഓഫ് ഡിമാൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇഫ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ്, ദ ഡിമാൻഡ് ഇൻക്രീസസ്. Price of the commodity increases when demand decreases. Okay. Then taste and preference of a household. A household means a consumer itself. A household means a consumer itself. So the price of a commodity and taste and preference of a household. If you have money, enough money to buy anything, or the price of a commodity is very less, എന്തായാലും ഈ പറയുന്ന ആൾക്കാർക്ക്, ഈ പറയുന്ന കൺസ്യൂമർക്ക് ആ particular പ്രൊഡക്റ്റോട് ഒരു ഇഷ്ടം ഉണ്ടാവണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടാണ്. നമുക്ക് വില കുറഞ്ഞതാണെങ്കിൽ പോലും ചില ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ ചുറ്റിലുണ്ട്. അതേപോലെ തന്നെ പൈസ കുറഞ്ഞാൽ പൈസ കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, പൈസ കുറഞ്ഞ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചില സാധനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചില ആൾക്കാർ, ഞാൻ പറഞ്ഞു, മോർ ഡിമാൻഡ് ഈസ് ഫോർ നവരെ, മോർ ഡിമാൻഡ് ഈസ് ഫോർ ടാറ്റ കാർസ് ലൈക്ക് നെക്സോൺ എക്സെട്ര. ദ ഡിമാൻഡ് ഈസ് ഇൻക്രീസിങ്. ബട്ട് if a person have 15 lakhs or 20 lakhs with him, if he didn't buy or didn't choose the Tata car, or he buy Brezza or something like that, എന്താണ് ആ ഡിമാൻഡ് അനുസരിച്ചല്ല അയാൾ പോകുന്നത്, അയാൾ പ്രിഫറൻസ് വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ. ഈസ് നോട്ട് ഗോസ് ഓൺ വിത്ത് ഹിസ് ദ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, ഈസ് ഗോയിങ് വിത്ത് ഹിസ് പ്രിഫറൻസ് ആൻഡ് ടേസ്റ്റ്.
other than the price, other than the demand, is going with the taste and preference. Then price of related goods. Then price of related goods means if a car വാങ്ങിക്കുന്ന പോലെ തന്നെ we are not we are going with the preference of services other than the price of the car. അല്ലേ, ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ വണ്ടീൻ്റെ കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ സർവീസ് കൂടി നമ്മൾ നോക്കും, മെയിൻ്റെനൻസ് കോസ്റ്റ് നമ്മൾ നോക്കും. സോ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, കിട്ടുന്ന സാധനത്തിന് വില കുറവും അതിൻ്റെ സൈഡായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട സാധനം, ഇഫ് ടേക്കിംഗ് ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മെയിൻ്റെനൻസ് കോസ്റ്റ് മാസത്തിൽ ഇത്ര പൈസ വരുന്നുണ്ട്, ടയർ വാങ്ങിക്കാൻ ഇത്ര പൈസ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും പൈസ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വണ്ടിക്ക് പൈസ ആദ്യം കിട്ടുന്ന കുറവായിരിക്കും. ഇനീഷ്യലി നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റിലേറ്റഡ് ഗുഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വാങ്ങിക്കുന്ന ചില കാര്യങ്ങൾ, അതിന് പൈസ കൂടുതലാണെങ്കിൽ പോലും ഡിമാൻഡ് കുറയാം. ആ പെർട്ടിക്കുലർ തിങ്ങിന് ഡിമാൻഡ് കൂടിയാൽ പോലും ഡിമാൻഡ് കുറയുന്നത്, വിച്ച് മീൻസ് സിമ്പിൾ എക്സാമ്പിൾ ഈസ് ദ യൂസിങ് ഓഫ് എ ടാറ്റ കാസ് ഇറ്റ്സെൽഫ്. So the demand of the Tata Casa goes on increasing, but preference of household goes on decreasing, and the demand goes on increasing with the services which is provided. Like സർവീസസിന്റെ പ്രശ്നം കൊണ്ടാണ്, സർവീസിന്റെ പ്രശ്നം കൊണ്ടാണ് ആൾക്കാർ അധികമായിട്ട് ഇത് വാങ്ങിക്കാറ്. ഡിമാൻഡ് പൊതുവെ കൂടുന്നുണ്ടെങ്കിൽ expected change in price. Then last factors, other than main factors, we can also refer size of population, selling expenses, and all other factors will determine or influence the level of demand. So these all factors can be used to define or can explain the level of demand. Okay. Then what are the types of demand in our society? What are the types of demand? So first one is direct demand and indirect demand. Direct demand and indirect demand. So direct demand is the demand for the products which are used directly by the consumer. ഒരാൾ വാങ്ങിച്ചിട്ട് അവർ തന്നെ ഉപയോഗിക്കുന്ന കാര്യത്തിനാണ്, അവർക്ക് തന്നെ ഗുണം കിട്ടുന്ന കാര്യത്തിനാണ് ആ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡ്യൂസർ വാങ്ങുകയാണെങ്കിൽ, അതായത് ഒരു കാര്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ a person is buying a particular tool to make a product which is not useful to him. ഒരു പ്രൊഡ്യൂസർ നമ്മളൊരു സാധനം ഒരു ടൂൾ വാങ്ങിച്ചിട്ട് അയാൾ ഉണ്ടാക്കുന്ന അയാൾക്ക് വേണ്ടിയിട്ടല്ല, അയാൾ വേറെ സാധനം വിൽക്കാൻ വേണ്ടി വേറെ ആൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൂൾ വാങ്ങിക്കുകയാണ്. സോ അത് ഇൻഡയറക്റ്റ് ഡിമാൻഡാണ്. അപ്പോൾ അതിൻ്റെ യൂസ് കിട്ടുന്നത് ചിലപ്പോൾ അയാൾക്ക് ആയിരിക്കണമെന്നില്ല. സോ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ കൺസ്യൂം ചെയ്ത് ഞാനൊരു ആപ്പിൾ വാങ്ങി ഞാൻ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഡയറക്റ്റ് ഡിമാൻഡ്. അല്ലെങ്കിൽ ഞാൻ ഒരു ആപ്പിൾ വാങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആകുന്നില്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഡിമാൻഡാണ്. റൈറ്റ്. Then second one is derived demand and autonomous demand. സോ ഇത് നേരത്തെ പറഞ്ഞ സെയിം ഡയറക്റ്റ് ഡിമാൻഡ് പോലെ തന്നെ സെയിം മെത്തേഡ് വരുന്നതാണ് ഇത്. അതായത് ഡിറൈവ് ഡിമാൻഡ് മീൻസ് നമ്മൾ വാങ്ങിക്കുന്നത് വേറൊരു ആവശ്യത്തിന്, ഒരു കാറിൻ്റെ ആവശ്യത്തിന് നമ്മൾ ടയർ വാങ്ങിക്കുന്ന പോലെയാണ്. നമുക്ക് ആവശ്യം കാറാണ്, പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ചെറിയ പാർട്സ് മാത്രമാണ്. സോ അതിനെ ഡിറൈവ് ഡിമാൻഡ് എന്ന് പറയാം. സോ മൊത്തത്തിലുള്ള സാധനം ഒരു പ്രൊഡ്യൂസർ വാങ്ങിക്കുകയാണെങ്കിൽ ഫോർ കൺസ്യൂമിങ് ഇറ്റ് ഈസ് ഫുഡ്, ഡ്രസ് എക്സെട്ര കം അണ്ടർ ഓട്ടോണമസ് ഡിമാൻഡ്. ആൻഡ് ദ ടയർ ഫോർ കാർ ഈസ് കമ്മിങ് അണ്ടർ derived demand. Okay. Then demand for durable and non-durable goods. Demand for non-durable and durable goods. So durable goods are used while non-durable goods are consumed. Durable goods are used where non-durable goods are consumed. Which is durable goods means a tool itself. ഒരു ടൂൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് ഉപയോഗിക്കാം, ഡ്യൂറബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. So if you are buying an apple and having it in the time itself, അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരിക്കൽ വാങ്ങിയത് കൺസ്യൂം ചെയ്ത് കഴിയുന്നത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ആൻഡ് ഡ്യൂറബിൾ ഗുഡ്സ് ഈസ് when the commodity is consumed, it is not consumed but it is used. Next one is industry demand and firm demand. We can conclude our topic by describing the two more points. Industry demand and firm demand. So what is industry demand? So yesterday explained about firms and industry, and yesterday I explained that a firm is not an industry. അല്ലെ, ഒരുപാട് ഫേമുകൾ ചേർന്നിട്ടാണ് ചിലപ്പോൾ ഇൻഡസ്ട്രി ഉണ്ടാകുന്നത്. എ ഫേം ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ കോർപ്പറേഷൻ, എ പാർട്ട്ണർഷിപ്പ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. എന്ത് നമുക്ക് ഫേം എന്ന് പറയാം, ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഫേം എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് എ ഇൻഡസ്ട്രി. ഓക്കെ. then what is industry demand and firm demand? So firm demand is an individual demand. ഓരോ ചെറിയ കാര്യത്തിന് ഡിമാൻഡാണ് നമ്മൾ ഒരു ചെറിയൊരു പ്രൊഡക്റ്റിനും ചെറിയ കാര്യത്തിന് ഡിമാൻഡാണ് ഫേം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ഡിമാൻഡ് ഓവറോൾ നമ്മൾ അതിനെ പറയുന്ന ഡിമാൻഡ്.
ഇത്ര കമ്മോഡിറ്റീസിനും ഇത്ര അളവിനും പറയുന്നത്. സോ ഇൻഡസ്ട്രി ഡിമാൻഡ്സ് റെഫേഴ്സ് ടു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ഫോർ സെവറൽ ഫേംസ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ബൈ സെവറൽ ഫേംസിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫേം ഡിമാൻഡ്സ് നമ്മൾ പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ എ സിംഗിൾ ഒരു സിമെന്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി സിമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഫേം ഡിമാൻഡാണ്. പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടോട്ടൽ ഓവറോൾ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. റൈറ്റ്? ഓക്കെ. The last one is total market and market segment demand. Total market and market segment demand. Sir, phone charge ഓർവേനു. മെസ്സേജ് അടിച്ചു പോടും. Then market can be segmented on basis of size age. അപ്പം നമുക്കൊരു മാർക്കറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഒരു വലിയ മാർക്കറ്റ് നമുക്ക് ഡിവൈഡ് ചെറിയ ചെറിയ മാർക്കറ്റാക്കി മാറ്റാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഐസ്ക്രീംസ് ഇൻ ഇന്ത്യ, ഒരു പെർട്ടിക്കുലർ ടാറ്റ പവർ ഇൻ ടോട്ടൽ ഇന്ത്യ ക്യാൻ ബി ഡിഫൈൻ ആസ് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ്. ആൻഡ് ടാറ്റ ഷോറൂം ഇൻ മട്ടന്നൂർ or കണ്ണൂർ ക്യാൻ ബി റെഫേഴ്സ് ടു ആസ് മാർക്കറ്റ് സെഗ്മെന്റ് ഡിമാൻഡ്. ഓക്കെ. ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് മീൻസ് ഓവറോൾ മാർക്കറ്റ്, ഓരോരോ ഈച്ച് സെഗ്മെന്റിനും ആഡ് ചെയ്ത് ടോട്ടൽ കിട്ടുന്ന ടോട്ടൽ ടാറ്റാൻ്റെ ഒരു ഡിമാൻഡ് പറയുകയാണെങ്കിൽ ക്യാൻ ബി റെഫേഴ്സ് ടു ടോട്ടൽ മാർക്കറ്റ്. ആൻഡ് പെർട്ടിക്കുലർ ഇന്ത്യനകത്ത് കേരളത്തിനകത്ത് പെർട്ടിക്കുലർ ഷോറൂമിനകത്തുള്ള ടാറ്റ ഡിമാൻഡ് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെഫേഴ്സ് ടു ആസ് മാർക്കറ്റ് സെഗ്മെന്റ് ഡിമാൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ്. So we can continue our session topic in next class. Please give attendance now. Akash K. Sir, on the net കട്ടായി എന്ന് പറയുന്നത് മോനാ പറഞ്ഞത്.